തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചൂട് അതിന്റെ പരമാവധി ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെന്നൈയും കോയമ്പത്തൂരും കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പതിവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. അധികാരത്തിലുള്ള DMK, പ്രതിപക്ഷമായ AIADMK, പുതുതായി രാഷ്ട്രീയ രംഗത്ത് ശക്തമായി അരങ്ങേറ്റം കുറിച്ച TVK, അതിന്റെ തലവനായ വിജയ്, കൂടാതെ മക്കൾ നീതി മയ്യം നേതാവും നടനുമായ കമൽഹാസൻ, ഇവരെല്ലാം ചേർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തെ സിനിമാ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. ഇത്തവണത്തെ DMKയുടെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിലൊന്നാണ് തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ മക്കൾ നീതി മയ്യത്തിന്റെ നേതാവ് കമൽഹാസനെ നേരിട്ട് പ്രചാരണ രംഗത്ത് ഇറക്കിയത്. സാധാരണയായി തന്റെ പാർട്ടിയുടെ പേരിലാണ് കമൽ പ്രചാരണത്തിൽ സജീവമാകാറുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം ഒരു സീറ്റിലും മത്സരിക്കുന്നില്ല. പകരം DMKക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സഖ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കമൽഹാസനെ DMK പ്രധാനമായും ചെന്നൈയിലും കോയമ്പത്തൂരുമുള്ള നിർണായക മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് വിനിയോഗിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൽ കമലിനെ ഇത്തരത്തിൽ രംഗത്തിറക്കിയത് വെറും സഖ്യപ്രചാരണത്തിന്റെ ഭാഗമല്ല, മറിച്ച് പുതിയ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നുവരുന്ന വിജയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെയും സ്വാധീനം ചെറുക്കാനുള്ള DMKയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ്. പ്രത്യേകിച്ച് ചെന്നൈയിൽ വിജയ് ശക്തമായ സ്വാധീനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതേ നഗരത്തിൽ തന്നെ കമൽഹാസനെ ഇറക്കിയത് TVKക്കുള്ള രാഷ്ട്രീയ സന്ദേശമായിട്ടാണ് പലരും കാണുന്നത്. ചെന്നൈ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി DMKയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന തലസ്ഥാന നഗരിയിൽ ആദ്യമായി വിജയ് നേരിട്ട് തന്റെ രാഷ്ട്രീയ സ്വാധീനം പരീക്ഷിക്കുകയാണ്. പെരമ്പൂർ, ട്രിച്ചി ഈസ്റ്റ് എന്നിവിടങ്ങളിൽ വിജയ് നേരിട്ട് മത്സരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെന്നൈ നഗരത്തിലാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികളായ ബുസി ആനന്ദിനെ T നഗറിൽ മത്സരിപ്പിക്കുകയും ആദവ് അർജുനെ വില്ലിവാക്കത്ത് രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ തെളിവാണ്. ഇതിനൊപ്പം TVKയുടെ പ്രചാരണ ശൈലിയും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. വൻ കട്ടൌട്ടുകൾ, ഹോളോഗ്രാം പ്രദർശനങ്ങൾ, വിജയെ അനുസ്മരിപ്പിക്കുന്ന രൂപസാദൃശ്യമുള്ള വ്യക്തികളുടെ സാന്നിധ്യം, സിനിമാ ഗാനങ്ങളും പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും ചേർന്ന പ്രചാരണ വാഹനങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കളെ ആകർഷിക്കുന്ന ക്യാമ്പയിനുകൾ, ഇങ്ങനെ ഒരു താരകേന്ദ്രീകൃത രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് TVK ശ്രമിക്കുന്നത്. യുവാക്കളും ആദ്യമായി വോട്ട് ചെയ്യുന്നവരും സ്ത്രീകളും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം വിജയിയോട് മാനസിക അടുപ്പം പുലർത്തുന്നുണ്ട് എന്ന വിലയിരുത്തൽ DMK ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കമൽഹാസനെ ചെന്നൈയിലെ DMK പ്രചാരണത്തിന്റെ മുഖ്യ ആകർഷണമായി മാറ്റിയത്. ചെപ്പോക്ക്, തിരുവല്ലിക്കേണി മണ്ഡലത്തിൽ നിന്നാണ് കമൽ തന്റെ ചെന്നൈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഇവിടെ 2ാം തവണ ജനവിധി തേടുന്ന ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനു വേണ്ടി വേദിയിലെത്തി കമൽ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചു. ഉദയനിധിയുടെ യുവജന ആകർഷണത്തെയും കമലിന്റെ ഭൗതികവും സിനിമാ താരവുമായ സ്വാധീനത്തെയും കൂട്ടിച്ചേർത്ത് വിജയ് സൃഷ്ടിച്ച യുവ വോട്ടർമാരുടെ ആവേശത്തെ ചെറുക്കാനാണ് DMK ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അതേസമയം കമൽഹാസന് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കോയമ്പത്തൂർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ശക്തമായ പ്രചാരണവും വലിയ മാധ്യമ ശ്രദ്ധയും നേടിയിട്ടും BJP നേതാവായ വനതി ശ്രീനിവാസനോട് വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ആ പരാജയം കമലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കോയമ്പത്തൂരിൽ DMKക്ക് വേണ്ടി കമൽ നടത്തുന്ന പ്രചാരണം അദ്ദേഹത്തിനും രാഷ്ട്രീയമായി വളരെ നിർണായകമാണ്. കോയമ്പത്തൂർ ഈസ്റ്റ് മണ്ഡലത്തിലെ DMK സ്ഥാനാർത്ഥി സെന്തിൽ ബാലാജിക്ക് വേണ്ടി നടത്തിയ പ്രചാരണ യോഗത്തിൽ കമൽ ആ മണ്ഡലത്തെ നമ്മുടെ മണ്ഡലം എന്ന് വിശേഷിപ്പിച്ചത് വലിയ രാഷ്ട്രീയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. കോയമ്പത്തൂർ DMKയുടേതാണെന്നും ഈ നഗരത്തെ AIADMK പരമ്പരാഗത ശക്തി കേന്ദ്രം എന്ന നിലയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ആകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രസംഗത്തിനിടെ കോയമ്പത്തൂരിലെ മെട്രോ റെയിൽ പദ്ധതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കമൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂർ വ്യവസായത്തിലും വിദ്യാഭ്യാസത്തിലും വ്യാപാരത്തിലും മുന്നിലുള്ള നഗരമാണ്. എന്നാൽ പാറ്റ്ന, ആഗ്ര പോലുള്ള നഗരങ്ങൾക്ക് മെട്രോ അനുവദിക്കുമ്പോൾ കോയമ്പത്തൂരിനെ പിന്നിലാക്കിയത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് തമിഴ്നാടിനോടുള്ള അവഗണനയാണെന്നും അതിന് എതിരായ പ്രതിഷേധമായി DMK സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നുമാണ് കമൽ വാദിച്ചത്. കോയമ്പത്തൂർ ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സെന്തിൽ ബാലാജി ഇതിനകം തന്നെ വിവാദങ്ങളുടെ കേന്ദ്രത്തിലാണ്.
വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തുണ്ടായ കോഴ ആരോപണങ്ങളും മദ്യവിൽപ്പന ശൃംഖലയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണങ്ങളും കാരണം ബാലാജിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം മറികടന്ന് ബാലാജി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കമൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇതിനിടെ വിജയ്ക്കും TVKയ്ക്കും മുന്നിലുള്ള വെല്ലുവിളികളും കുറവല്ല. തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ MG രാമചന്ദ്രനും ജയലളിതയ്ക്കും ശേഷം ഒരു ചലച്ചിത്ര താരത്തിനും പൂർണ്ണമായ രാഷ്ട്രീയ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ വലിയ സ്വാധീനമുള്ള ശിവാജി ഗണേശന് പോലും രാഷ്ട്രീയത്തിൽ ജനപിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വിജയകാന്ത് ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചെങ്കിലും അധികാരത്തിലേക്ക് എത്താനായില്ല. കമൽഹാസൻ തന്നെ നിരവധി വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ സജീവമായിട്ടും ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ടില്ല. ഇതേ ചരിത്രമാണ് വിജയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പ്. സിനിമയിലെ വൻ ആരാധക വൃന്ദം രാഷ്ട്രീയ പിന്തുണയാകുമെന്ന് ഉറപ്പില്ല. ആരാധകരുടെ ആവേശം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ടുകളായി മാറണമെങ്കിൽ ശക്തമായ പാർട്ടി സംവിധാനവും വിശ്വസനീയമായ നേതൃസംഘവും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും ആവശ്യമാണ്. വിജയ്ക്ക് ഇപ്പോൾ ജനപ്രീതിയും യുവാക്കളുടെ പിന്തുണയും ഉണ്ടെങ്കിലും അതിനെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിജയമായി മാറ്റാനാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. സൂപ്പർ താരം രജനീകാന്തിന്റെ അനുഭവവും ഇവിടെ പ്രസക്തമാണ്. വർഷങ്ങളോളം രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷ സൃഷ്ടിച്ചിരുന്ന രജനീകാന്ത് ഒടുവിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ സിനിമാ താരങ്ങളുടെ ജനപ്രീതി രാഷ്ട്രീയത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എളുപ്പമല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് പലരും അത് കാണുന്നത്. അതിനാൽ ഇത്തവണത്തെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് വെറും DMKയും AIDMKയും തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് പഴയ രാഷ്ട്രീയ ശക്തികളും പുതിയ താരരാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ ഏറ്റുമുട്ടലിൽ കമൽഹാസനെ രംഗത്തിറക്കി DMKയുടെ നീക്കം വിജയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുമോ, അല്ലെങ്കിൽ വിജയ് തന്നെ പുതിയ രാഷ്ട്രീയ കേന്ദ്രമായി മാറുമോ എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമേ വ്യക്തമാകൂ.